ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റുന്ന നമ്മുടെ ബോഡീനൊക്കെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ മസ്ക്മെലൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ ഞാനിതൊരു ചെറിയൊരു മസ്ക്മെലനാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ആദ്യം അതിൻ്റെ മുകൾ ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മസ്ക്മെലൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്. അപ്പോൾ ചില മസ്ക്മെലൻ്റെ ഇങ്ങനെ ഓറഞ്ച് കളറിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ മസ്ക്മെലൻ ഒരു ക്രീം ഷെയ്ഡായിരുന്നു, ക്രീം കളറായിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ സെൻറ്ററിലുള്ള കുരു ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് മാറ്റാം. നമുക്ക് ഈ ഒരു ജ്യൂസ് അടിക്കണതിലേക്ക് നമുക്ക് ആ ഒരു കുരുവിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ കുരു മുഴുവൻ എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് മുഴുവൻ എടുത്ത് മാറ്റാം. അപ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട് കേട്ടോ ആ കുരുവൊക്കെ. അപ്പോൾ അത് മുഴുവൻ എടുത്ത് മാറ്റണം. അങ്ങനെ ഫുള്ളായിട്ട് നമ്മുടെ മസ്ക്മെലൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ എടുത്ത് മാറ്റി ക്ലിയർ ആക്കിയതിന് ശേഷം നമുക്കത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ എടുക്കാം കേട്ടോ. അതിൻ്റെ അകക്കാമ്പിൽ ആ കാമ്പ് മുഴുവൻ നമുക്ക് എടുക്കാം. നല്ല വാട്ടർ കണ്ടൻറ്റ് ഭയങ്കരമായിട്ട് കൂടുതലുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ മസ്ക്മെലൻ എന്ന് പറയുന്നത് കേട്ടോ. നല്ല മധുരമാണ് ഈ ഒരു ഫ്രൂട്ടിന്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ആ തൊലി കളഞ്ഞിട്ട് എടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നമുക്കത് 4ആയിട്ട് കട്ട് ചെയ്ത് ആ തൊലി ഭാഗം മാത്രം ചെത്തി കളഞ്ഞതിന് ശേഷം ആ കാമ്പ് ചെറിയ ചെറിയ പീസുകളായിട്ട് എടുത്താലും മതി. അതാണ് എളുപ്പം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ കുത്തിയെടുക്കണം നിർബന്ധമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് അങ്ങനെ ചെയ്തപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയെന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എടുത്തു. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ആ മെലൻ നന്നായിട്ട് ഇങ്ങനെ മെലൻ്റെ ഉള്ളിൽ ഫുള്ളിങ്ങനെ വെള്ളം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം അത്രയധികം വാട്ടർ കണ്ടൻറ്റ് ഉണ്ട് അതിൽ. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ കാമ്പെല്ലാം എടുത്തു ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെറിയ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെയും ഉള്ളിലത്തെ കാമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഫ്ലഷുള്ള ഒരു ഫ്രൂട്ടാണ് ഈ ഒരു മസ്ക്മെലൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള ഈ കാമ്പുണ്ടല്ലോ, കാമ്പ് മുഴുവനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു സംഭവമാണ് ഈ ഒരു മസ്ക്മെലൻ. അപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്, അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രഷ് ക്രീം ഇപ്പോൾ കയ്യിലില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ പാല് തിളപ്പിച്ചാറിയിട്ട് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ജ്യൂസിന്. പിന്നെ ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറേശ്ശെ ആയിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചെടുത്തത്. കാരണം ഒന്നിച്ച് അടിച്ചെടുത്തപ്പോൾ അതിങ്ങനെ കുറച്ചിങ്ങനെ പുറത്തേക്കൊക്കെ പോയി. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടുതലല്ലേ, അതുകൊണ്ട് കുറച്ച് അടിച്ച് നല്ല സ്മൂത്തായിട്ട് നമ്മളതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു മസ്ക്മെലൻ്റെ ജ്യൂസ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ചൂടത്തുനിന്നൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് കഴിക്കാനായിട്ട്. പിന്നെ ഒന്നുകൂടി ടേസ്റ്റ് കൂടാനാണെങ്കിൽ കുറച്ച് കപ്പലണ്ടി വറുത്തതോ അല്ലെങ്കിൽ കാഷ്നട്ടോ പിസ്തയോ ഒക്കെ ഒന്ന് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.